ഇത് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസിലെ 6th ക്വസ്റ്റ്യൻ മുതലാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഡിഫർ ബൈ 3. ഇഫ് ദ ഡിജിറ്റ്സ് ആർ ഇൻ്റർചേഞ്ച്ഡ് ആൻഡ് ദ resulting number is added to the original number, we get 143. Find both numbers. അപ്പോൾ ഒരു 2-digit നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ ഡിഫറൻസ് 3 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2-digit നമ്പർ എന്താണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, ഡിജിറ്റ്സ് എന്താണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഡിഫറൻസ് 3 ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് ദ ഡിജിറ്റ്സ് ആർ ഇൻ്റർചേഞ്ച്ഡ്, ഡിജിറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദ റിസൾട്ടിങ് നമ്പർ ഈസ് ആഡഡ് ടു ദി ഒറിജിനൽ നമ്പർ. അതായത് നമ്മുടെ ഒറിജിനൽ നമ്പറുമായിട്ട് ഈ ഡിജിറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞുള്ള നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 143 കിട്ടും. നമ്മൾ നമ്പേഴ്സ് ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പേഴ്സ് തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് നമ്പറിനെ എന്തായിട്ട് എടുക്കാൻ? 2-digit നമ്പറാണ്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു 2-digit നമ്പർ എടുക്കുന്നു എന്ന് വെച്ചോ, 15 എടുത്തു കഴിഞ്ഞാൽ ടെൻസിൻ്റെ പ്ലേസിൽ 1ഉം വൺസിൻ്റെ പ്ലേസിൽ 5ഉമാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഡിജിറ്റ്സ് അറിയാത്തത് കൊണ്ട് നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലെ ഡിജിറ്റ് y എന്നും യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ വൺസിൻ്റെ ഡിജിറ്റിലെ പ്ലേസിലെ ഡിജിറ്റിനെ നമ്മൾ y എന്നും എടുക്കുന്നു. അപ്പോൾ നമ്മുടെ 2-digit നമ്പർ നമ്മൾ എന്തെന്നെടുത്തു? XY എന്നെടുത്തു. ഇതിൻ്റെ ഡിജിറ്റ്സിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എക്സും വൈയും കൂടെ സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സും വൈയും കൂടെ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ നമ്പർ 2-digit നമ്പർ XY ആണ്. പക്ഷേ നമുക്കിതിങ്ങനെ ഇട്ട് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 15 നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ എക്സ്പാൻഡഡ് ഫോം എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 15ൻ്റെ എക്സ്പാൻഡഡ് ഫോം നമുക്ക് എങ്ങനെ എഴുതാം? 1 ടെൻസിൻ്റെ പ്ലേസിലാണ്, 5 വൺസിൻ്റെ പ്ലേസിലുമാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 1 × 10 + 5 × 1 എന്ന് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡഡ് ഫോം എഴുതുന്നത് അല്ലേ. അപ്പോൾ XYയെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ടെൻസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ x × 10 ദാറ്റ് ഈസ് 10x + 1 × y അല്ലെങ്കിൽ y × 1 ദാറ്റ് ഈസ് y. അപ്പോൾ നമ്മുടെ ഒറിജിനൽ നമ്പർ എന്താണ്? 10x + y ആണ് ഒറിജിനൽ നമ്പർ. ഇനി ഈ ഡിജിറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക? YX എന്ന് കിട്ടും അല്ലേ. y ടെൻസിൻ്റെ പ്ലേസിൽ വന്നു, x യൂണിറ്റ് ഡിജിറ്റിലും പോയി. അപ്പോൾ നമ്മുടെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്പർ അപ്പോൾ എന്ത് വരും? y ടെൻസിൻ്റെ പ്ലേസിലാണ്. സോ 10 × y 10y + x × 1 x. അപ്പോൾ നമ്മുടെ ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് 10x + y-ഉം ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞുള്ള നമ്പർ 10y + x-ഉമാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 143 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് നമുക്ക് എഴുതാം. ലെറ്റ് ദ ടെൻസ് ഡിജിറ്റ് ബി x ആൻഡ് ദ യൂണിറ്റ്സ് ഡിജിറ്റ് ബി y. ദെൻ ദ ഒറിജിനൽ നമ്പർ ഈസ് ഈക്വൽ ടു, ഒറിജിനൽ നമ്പർ എന്താണ്? 10x + y. The interchanged number is equal to, ഡിജിറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ നമ്പർ എന്താണ്? 10y + x. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റിസൾട്ടിങ് നമ്പർ ഈസ് ആഡഡ് ടു ദി ഒറിജിനൽ നമ്പർ. അപ്പോൾ ഈ റിസൾട്ടിങ് നമ്പർ ദാറ്റ് ഈസ് 10y + x ഒറിജിനൽ നമ്പറുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ 10y + x plus 10x + y we get 143. 10yയും എക്സും 10xും കൂടെ, എക്സ് നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ നമുക്ക് 11x കിട്ടി. പ്ലസ് 10y + y 11y = 143. ഇവിടെ നമുക്ക് 11 കോമൺ എടുക്കാം. കോമൺ എടുത്തു കഴിഞ്ഞാൽ x + y = 143. ഇനി 11 നമ്മൾ RHSലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ x + y = 143/11. x + y = 13 എന്ന് നമുക്ക് കിട്ടും. 143/11 ഈസ്
13. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഡിജിറ്റ്സുകൾ ഡിഫർ ബൈ 3 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദ ഡിജിറ്റ്സ് ഡിഫർ ബൈ 3. അപ്പോൾ ഇതെന്ത് വരും? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നോക്കിയേ, ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 13, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3. ഇത് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. നൗ ആഡിങ് 1 and 2. അപ്പോൾ 1 + 2, 1ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? LHS തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് അടുത്ത സെക്കൻഡ് ഇക്വേഷൻ്റെ LHS എക്സ് മൈനസ് വൈ. ആദ്യം രണ്ടിൻ്റെയും LHSകൾ എഴുതുന്നു ഇസ് ഈക്വൽ ടു, ഇനി RHS 13 + 3. ഇവിടെ ഒരു വൈ പ്ലസും ഒരു വൈ മൈനസുമാണ്, അപ്പോൾ ക്യാൻസൽ ആയിപ്പോവും. എക്സ് പ്ലസ് എക്സ് ഈസ് 2x. 2x ഈസ് ഈക്വൽ ടു 16. എക്സ് ഈസ് ഈക്വൽ ടു 16/2 8. അപ്പോൾ എക്സ് നമുക്ക് 8 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്തും കൂടെ കണ്ടുപിടിക്കണം? വൈയും കൂടെ കണ്ടുപിടിക്കണം. ഈ എക്സിനെ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എന്ത് വരും? 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എക്സിന് പകരം 8 ആകും. അപ്പോൾ 8 + y is equal to 13. y is equal to 13 minus 8, that is 5. അപ്പോൾ y നമുക്ക് 5 എന്നും കിട്ടി, എക്സ് നമുക്ക് 8 എന്നും കിട്ടി. അപ്പോൾ ഒറിജിനൽ നമ്പർ എന്തായിരിക്കും? ഒറിജിനൽ നമ്പർ നമ്മൾ 2 ഡിജിറ്റ് നമ്പർ നമ്മൾ എക്സ് വൈ എന്നായിരുന്നു എടുത്തത് അല്ലേ. അപ്പോൾ എന്ത് വരും? എക്സ് ഈസ് 8, വൈ ഈസ് 5, 85 എന്ന് വരും. Therefore ഒറിജിനൽ നമ്പർ is equal to x is 8, y is 5. ഇൻ്റർചേഞ്ച്ഡ് നമ്പർ അപ്പോൾ എന്തായിരിക്കും? ഇൻ്റർചേഞ്ച്ഡ് നമ്പർ is equal to yx ആയിരുന്നു, അപ്പോൾ 58 എന്ന് കിട്ടും. Therefore the two numbers are 85 and 58. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കേട്ട് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.